അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് അത്തച്ചമയാണ്. നമ്മൾ ചിന്നുൻ്റെ പ്രോഗ്രാം ഉണ്ട്. അപ്പോൾ രാവിലെ തന്നെ സ്കൂളിൽ എത്തണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മളപ്പോൾ രാവിലെ ഒരു 8:30 എത്തി. വീട്ടിൽ നിന്ന് റെഡി ആയിട്ടാണ് വന്നതെങ്കിലും അവിടെ എത്തി കഴിഞ്ഞിട്ടാണ് നമ്മൾ മുടി കെട്ടിയതും പൂ വെച്ചതും ഒക്കെ കേട്ടോ. അങ്ങനെ രണ്ടുപേരെയും റെഡിയാക്കി നമ്മൾ നേരെ താഴത്തേക്കാട്ടാണ് വന്നേ. അവരുടെ ടീമിൻ്റെ ഒപ്പം പോയായിരുന്നു. അങ്ങനെ നമ്മൾ താഴെ എത്തിയപ്പോഴത്തേക്കും ചിന്നുൻ്റെ സ്കൂളിലെ ഘോഷയാത്ര ഗ്രൗണ്ടിലേക്ക് ഇറങ്ങാൻ നിൽക്കായിരുന്നു. നമ്മൾ വീഡിയോ എടുക്കുന്നുണ്ട് 2 പുലികൾ നമുക്ക് ഇതാ പോസ് ചെയ്യുന്നതാണ് കാണുന്നത്. പിള്ളേരെല്ലാം അടിപൊളിയായിരുന്നു. അങ്ങനെ ചിന്നുൻ്റെ തിരുവാതിര ടീമും ഘോഷയാത്രയുടെ ഒപ്പം പോയി കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ നേരെ സ്റ്റാച്യു ജംഗ്ഷനിലേക്ക് പോയി. അങ്ങനെ സ്റ്റാച്യു ജംഗ്ഷനിൽ നമ്മളൊരു ഇഞ്ചി മിഠായൊക്കെ വാങ്ങി ഘോഷയാത്ര വരാൻ വേണ്ടി കുറേ നേരം വെയിറ്റ് ചെയ്തു. അപ്പോൾ നമുക്ക് ക്യാപ്പൊക്കെ കിട്ടിയായിരുന്നു. ഞാനെടുത്ത് വെച്ചില്ല. അങ്ങനെ കുറേ നേരത്തെ കാത്തിരിപ്പിന് ശേഷം അതാ പരിപാടി ഇവിടെ എത്തിയിട്ടുണ്ട്. നമ്മൾ കാത്തിരുന്നത് ആ ചിന്നുൻ്റെ സ്കൂളിൻ്റെ ഘോഷയാത്ര എത്തി. ഈ ഘോഷയാത്ര ഇതിനകത്ത് പങ്കെടുക്കുന്ന എല്ലാം മത്സരമാണ്. അപ്പോൾ ഇതിന് ഓരോ സ്കൂളും മത്സരിക്കുന്നുണ്ട്. അപ്പോൾ അതിനൊക്കെ പോയിന്റും ഉണ്ട്. അങ്ങനെ ചിന്നുൻ്റെ തിരുവാതിര കാണാമെന്ന് വിചാരിച്ചിരുന്നപ്പോൾ അതാ ചിന്നുൻ്റെ ടീമൊക്കെ വന്നു. പക്ഷെ അവരവിടെ കളിച്ചില്ല. അവർ അതിന് മുന്നേ ഉള്ള സ്ഥലത്ത് കളിച്ചിട്ടാണ് വന്നപ്പോൾ അവർ ഇതുവഴി ചുമ്മാ നടന്നു പോയുള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് അവരുടെ വീഡിയോ ഒന്നും കിട്ടിയില്ല കേട്ടോ. അവരെ നമ്മൾ ടാറ്റോ കൊടുത്ത് അങ്ങ് പറഞ്ഞു വിട്ടു. നാടിന്റെ ജനനായകമായ നേതൃത്വം കൊടുക്കുന്ന അത്തം ഘോഷയാത്ര ഈ യാത്രകളിലൂടെ 10,000 കണ്ണിനെയും നാടിനെയും വീഴ്ചയും കൊണ്ട് സഞ്ചരിക്കുകയാണ്. അതെ പൂതനയാണോ? ശൂർപ്പണക.
ഘോഷയാത്രയുടെ ഏറ്റവും അവസാനം വരുന്നത് ടാബ്ലോകളായിരിക്കും കേട്ടോ. അങ്ങനെ വന്ന ഫസ്റ്റ് ടാബ്ലോ ആണത്. MTയുടെ വൈശാലി സിനിമയുടെ ആയിരുന്നു. എല്ലാവരും ഏറ്റവും കൂടുതൽ വെയിറ്റ് ചെയ്യുന്നത് ഈ ടാബ്ലോകളുടെ വരവിനായിട്ടായിരിക്കും കേട്ടോ. കാരണം പുതിയ പുതിയ തീമുകൾ എന്തൊക്കെയായിരിക്കും എന്നൊക്കെ അറിയാനായിട്ട് എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുന്നതായിരിക്കും. അങ്ങനെ രണ്ടാമത്തെ ടാബ്ലോ ചങ്ങമ്പുഴയുടെ രമണനായിരുന്നു. ഈ സംഭവം പണ്ട് തൊട്ടേ ഞാൻ ഇങ്ങനത്തെ ഓരോ തീമിൽ കണ്ടിട്ടുണ്ട്. ഇങ്ങനെ നിൽക്കുന്നത് എങ്ങനെയാണ് എന്നൊക്കെ എനിക്ക് ഭയങ്കര അത്ഭുതമായിരുന്നു. പിന്നെ ഇപ്പോൾ എനിക്ക് അതിൻ്റെ ടെക്നിക്ക് മനസ്സിലായി. അങ്ങനെ ചങ്ങമ്പുഴയുടെ രമണൻ ആ ഒരു ടാബ്ലോ കഴിഞ്ഞു. അത് കഴിഞ്ഞ് പഹൽഗാമായിരുന്നു. അത് കഴിഞ്ഞിട്ട് വന്നത് നമ്മുടെ 75 വർഷത്തെ ക്രിക്കറ്റ് ഹെറിറ്റേജിനെ പറ്റിയുള്ള ഒരു തീമായിരുന്നു ക്രിക്കറ്റിൻ്റെ. അത് കഴിഞ്ഞിട്ട് ലഹരിയുടെ പറ്റിയായിരുന്നു. ലഹരിയുടെ എല്ലാ കൊല്ലവും എനിക്ക് തോന്നുന്നു ഉണ്ടാവാറുണ്ട്. എല്ലാ കൊല്ലവും ലഹരിക്കെതിരായിട്ടുള്ള ഒരു ടാബ്ലോയോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവാറുണ്ട്. അത് നല്ല ഭംഗിയായിട്ട് അവർ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ വന്നത് പുരാണം ബേസ് ചെയ്ത് ഭക്തഹനുമാനായിരുന്നു. പുരാണം റിലേറ്റ് ചെയ്തിട്ടുള്ള ടാബ്ലോകൾ എപ്പോഴും ഉണ്ടാവാറുണ്ട്. പിന്നെ നമ്മുടെ തൃപ്പൂണിത്തുറ സ്റ്റാച്യു ജംഗ്ഷന് ഒരു ടാബ്ലോ ആയിരുന്നു. ആ ഒരു സ്റ്റാച്യു ജംഗ്ഷൻ്റെ ആ ഒരു ചിത്രം അതുപോലെ തന്നെ പകർത്തിയിട്ടുള്ള ഒരെണ്ണം. പിന്നെ ഉണ്ടായിരുന്നത് നമ്മുടെ വയലും പാടമൊക്കെ നികത്തി അവിടെ ഫ്ലാറ്റൊക്കെ പണിയുന്നതിനെ റിലേറ്റ് ചെയ്ത ആ തീമിലായിരുന്നു ഒരെണ്ണം ഉണ്ടായിരുന്നത്. അത് നല്ല ഭംഗിയുണ്ടായിരുന്നു. അടുത്ത ടാബ്ലോയിൽ വാമനൻ മഹാബലിനെ ചവിട്ടി താഴ്ത്തുന്ന ആ ഒരു സീനായിരുന്നു. ഇതും പണ്ട് ഇങ്ങനെയൊക്കെ ഇരിക്കുന്ന ഓരോ ടാബ്ലോ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോഴും ഞാൻ വിചാരിച്ചിട്ടുണ്ട് ഇതെങ്ങനെ ഇവരിങ്ങനെ ഇരിക്കുന്നത് ചെയ്യുമ്പോൾ ഇത് മാജിക് ആണോ എന്നൊക്കെ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പം എനിക്കറിയാം കേട്ടോ. ആ ടാബ്ലോ കഴിഞ്ഞ് അടുത്ത ടാബ്ലോ നമ്മുടെ APJയുടെ ആയിരുന്നു. അതും നല്ല തീമായിരുന്നു. പിന്നെ ഉണ്ടായിരുന്നത് ചൈൽഡ് അബ്യൂസിനെതിരായിട്ടുള്ള നിയമം, നമ്മുടെ അബുദാബിയിലേക്കുള്ള നിയമം ഇവിടെ വരണം എന്നുള്ളതായിരുന്നു. പിന്നെ എനിക്കിത് അടിപൊളിയായിട്ട് തോന്നിട്ടോ. മഴക്കാലത്തുള്ള ഉരുൾപൊട്ടലിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള സംഭവം അടിപൊളിയായിരുന്നു. ആ ഒരു ഒറിജിനാലിറ്റി അതേപോലെ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. അമ്മയും ഞാനൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിന് ഫസ്റ്റ് കിട്ടിയാൽ മതിയായിരുന്നു. പിന്നെ ഉണ്ടായിരുന്നത് നരബലിയുടെ ആയിരുന്നു. നല്ല രസമുണ്ടായിരുന്നു. പിന്നെ തൃപ്പൂണിത്തുറയുടെ പഴയ കാലഘട്ടത്തിലെ ഒരു തീമിനെ ബേസ് ചെയ്തിട്ടായിരുന്നു. അതും കൊള്ളായിരുന്നു കേട്ടോ. അങ്ങനെ മൊത്തം പരിപാടിയും കഴിഞ്ഞ് ചിന്നുവിനൊക്കെ പെറുക്കി കൂട്ടി നമ്മളത് ആ വീട്ടിലേക്ക് പോകാൻ പോവാണ്. അപ്പോൾ നമ്മുടെ അത്തച്ചമയത്തിൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.